ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. എടാ, നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇവൻ അർഹിക്കുന്നതൊക്കെ അവന് കിട്ടുകയും ചെയ്തേനെ. അതെങ്ങനെയാ? ഏതോ കണ്ണീച്ചോറ ഇല്ലാത്തൊരു കാലൻ ആ സമയത്ത് തന്നെ എന്റെ വിശ്വേട്ടന്റെ ജീവൻ എടുത്തോണ്ട് പോയില്ലേ? ആ അതെ, കണ്ണിച്ചോരയില്ലാത്ത ഏതോ കാലനാ അത് ചെയ്തത്. അല്ലെങ്കിൽ ലോറി കൊണ്ടുപോയി തട്ടിയ സമയത്ത് വീണ് കിടന്ന അച്ഛനെയും കണ്ണേട്ടനെയും ആ ദുഷ്ടന് ലോറി കയറ്റി കൊണ്ടുപോകുമായിരുന്നു. സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാമായിരുന്നു. അതേപ്പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലോറിക്കാരനെ പറ്റിയുള്ള അന്വേഷണം ഒരുപാട് അന്നത്തെ കാലത്ത് നടത്തിയതാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് CCTV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഫ്രോഡിനെ കിട്ടിയില്ല. ഇനിയിപ്പോ കിട്ടുമെന്നും കരുതുന്നില്ല. എന്നാലും അന്നത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഭാര്യ എൻ്റെ രണ്ടാനമ്മ. അത് അച്ഛൻ്റെ സ്വത്തും പത്രാസും ഒക്കെ കണ്ടിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛന് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നല്ല സമാധാനം കൊടുത്തിട്ടുണ്ട്, സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കും നിങ്ങളുടെ മോനും മരുമോൾക്കും ഇപ്പോഴിവിടെ കഴിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എൻ്റെ ഭാര്യയെ മറ്റൊരു വീട്ടിൽ കൊണ്ട് നിർത്തുന്നതും അതുകൊണ്ട് മാത്രമാണ്. പന്ത്രണ്ട് വയസ്സ് വരെ ആയിരുന്നു എൻ്റെ സന്തോഷവും ജീവിതമൊക്കെ. അതിനുശേഷം വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ 2 പതിറ്റാണ്ട് കഴിഞ്ഞു. പിന്നീട് എനിക്കെൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇപ്പം ഞാൻ ആ തിരിച്ചു പിടിച്ച ജീവിതത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നെനിക്കൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്. നാളെ കുഞ്ഞ് ജനിക്കും. ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനോടൊപ്പം എനിക്ക് കുടുംബമായിട്ട് ജീവിക്കണം. എന്നും വിഷമിച്ചും പേടിച്ചും അല്ല ജീവിക്കേണ്ടത്. സ്വസ്ഥമായിട്ട്, സുഖമായിട്ട്, സമാധാനത്തോടെ ജീവിക്കണം. അതിന് ഈ വീട്ടിലുള്ളവർ തടസ്സമായാൽ ആ തടസ്സം വെട്ടിമാറ്റാൻ ഇനി ഞാൻ മടിക്കില്ല. സ്വത്തിലും പണത്തിലും ഒന്നും ഞാനും അത്ര പിന്നോട്ടൊന്നും അല്ല. എനിക്കും ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. അത് ഇവൾക്ക് നന്നായിട്ട് അറിയാം. അറിയാം, നന്നായിട്ടറിയാം. പിന്നെ എന്തിനാ സ്വത്തിനും പണത്തിനും വേണ്ടി നീയൊക്കെ ഇത്രയും വില കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്? നിന്നെയൊക്കെ ഭയന്നിട്ടാ കണ്ണേട്ടനും ഞാനും തമ്മിൽ വഴക്കാണെന്ന് അഭിനയിക്കേണ്ടി വന്നത്. ഞാൻ ഈ വീട്ടിലെ മരുമകളാ. എന്റെ ഭർത്താവിനും എനിക്കും അവകാശപ്പെട്ട വീടാ ഈ കമലേശ്വരം തറവാട്. എന്നിട്ടും എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിടിച്ചു നിന്നാ ആ കുഞ്ഞ് ജനിക്കുമെന്ന് പോലും ഉറപ്പില്ല. എന്നിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നത് നിങ്ങളൊക്കെ ജീവിച്ചോട്ടെ എന്ന് കരുതിയ. അവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങളോടൊന്നും മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ല. കാലണക്ക് ഗതിയില്ലാതെ നടന്ന ഒരുത്തിക്ക് ഒരു കല്യാണത്തോടെ എന്തൊക്കെയോ കിട്ടി. അതിന്റെ നെകളിപ്പ ഈ കാണിക്കുന്നത്. അങ്ങനെ നെകളിപ്പ് കാണിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു നിന്റെ ചേച്ചിയെങ്കില് നിന്റെ ഇവന്റെയും കർണത്തടിച്ചിട്ട് നിങ്ങളെ രണ്ടിനെയും വെളിയിലാക്കിയാനെ. അതുകൊണ്ട് അതുപോലുള്ള സംസാരമൊന്നും വേണ്ട. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഒന്ന് മാത്രം എല്ലാവരും ഓർത്തോ, ഞങ്ങൾക്ക് ജീവിക്കണം.
ആ ജീവിതത്തെ ആര് തടസ്സപ്പെടുത്താൻ നോക്കിയാലും അവരുടെ ജീവിതമായിരിക്കും ഇനി മുരടിക്കാൻ പോകുന്നത്. ഓർത്തു വെച്ചോ എല്ലാവരും. പാടോ.